Good morning all. നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിനെ കുറിച്ചായിരുന്നു പഠിച്ചു വന്നിരുന്നത്. Now we are going to study about mature tissues. Mature tissues or permanent tissues. Mature or permanent tissues are the tissues in which growth has stopped permanently or temporarily. നമ്മൾ പറഞ്ഞു മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്നത് ഗ്രോ ചെയ്യുന്ന സെൽസ് ആയിരുന്നു, ഡിവൈഡ് ആയിട്ടുള്ള സെല്ലുകളായിരുന്നു. ഈ ഡിവൈഡ് ചെയ്ത സെൽസ് ദെൻ മെച്യൂർ ടിഷ്യൂ ആയിട്ട് മാറും. Okay, they are formed of mature and non-dividing cells which are derived from meristematic tissues by division, growth and differentiation. Meristematic cells divide ചെയ്യുന്നവരായിരുന്നു. അവർ ഡിവൈഡ് ചെയ്തതിന് ശേഷം ഉണ്ടായിട്ട് ദെൻ അവർ ഗ്രോ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യും മെച്യൂർ ടിഷ്യൂ ആയിട്ട്. They have definite shape, size and function. അവർക്കൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ടാവും, സൈസ് ഉണ്ടാവും, അതുപോലെ ഒരു പ്രത്യേക ഫങ്ഷനും ഉണ്ടാവും. നോർമലി ദീസ് ടിഷ്യൂസ് ലോസ് ദെയർ പവർ ടു ഡിവിഷൻ. അവർക്ക് പിന്നെ ഡിവൈഡ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കില്ല. ബട്ട് സം ടൈം ദേ മേ റീഗെയിൻ ദി പവർ ഓഫ് ഡിവിഷൻ ആൻഡ് ബിക്കം സെക്കൻഡ്ലി മെരിസ്റ്റമാറ്റിക്. ഇതെല്ലാ സെൽസും ഇല്ല. ഒരു സെല്ല് വൺസ് ഡിവൈഡ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെച്യൂർ ടിഷ്യൂ ആയിട്ട് മാറിയാൽ പിന്നെ ഡിവിഷൻ ഉണ്ടാവില്ല, അവർക്ക് ആ ഒരു കഴിവുണ്ടാവില്ല. പക്ഷെ ചില കേസിൽ നമ്മൾ ക്യാമ്പിയത്തിൻ്റെ കേസ് പറഞ്ഞു, ചില കേസിൽ അവർക്ക് എഗെയിൻ ഈ ഒരു ഡിവിഷൻ സെൽ ഡിവിഷനുള്ള പവർ റീഗെയിൻ ചെയ്യും. ഇതിനെയാണ് സെക്കൻഡറിലി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്നത്. ദ സെൽസ് ഓഫ് പെർമനന്റ് ടിഷ്യൂ മേ ബി ലിവിങ് ഓർ ഡെഡ് ആൻഡ് തിൻ വാൾഡ് ഓർ തിക്ക് വാൾഡ്. പെർമനന്റ് ടിഷ്യൂസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെച്യൂർ ടിഷ്യൂസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലിവിങ് ആയിട്ടുള്ള സെല്ലായിരിക്കും അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള സെല്ലായിരിക്കും. ലൈക്ക് വൈസ് അവരുടെ സെൽ വാള് ഒന്നെങ്കിൽ തിൻ വാൾഡ് ആയിരിക്കും അല്ലെങ്കിൽ തിക്ക് വാൾഡ് ആയിരിക്കും. Thin walled permanent tissues are usually living, but thick walled ones may be living or dead. Thin walled എന്ന് പറയുന്നത് ലിവിങ് ആയിട്ടുള്ളതായിരിക്കും, ബട്ട് തിക്ക് വാൾഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ലിവിങ് ആയിരിക്കും അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും. Based on nature, permanent tissues are classified into simple tissues and complex tissues. ഓക്കെ, സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയുന്നത് ദ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ഈസ് ഫോംഡ് ഓഫ് വൺ ആൻഡ് ദ അതർ ടൈപ്പ് ഓഫ് സെൽസ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഹോമോജീനസ്. സെയിം ടൈപ്പ് സെല്ലിൽ നിന്നാണ് സിമ്പിൾ ടിഷ്യൂസ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് തന്നെ അവർ ഹോമോജീനസ് ആയിരിക്കും. On the other hand, complex permanent tissue is formed of different kind of cells and it is heterogeneous. ഇത്ര ആലോചിക്കുക, സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറയുന്നത് they will be homogeneous, but complex tissues will be heterogeneous because it is formed of different kind of cells. നമുക്ക് ആദ്യം തന്നെ സിമ്പിൾ ടിഷ്യൂസ് പഠിക്കാം. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ്, ദേ ആർ ഓഫ് ത്രീ കൈൻഡ്സ്. ദേ ആർ വൺ പാരൻകൈമ ആൻഡ് സെക്കൻഡ് കോളൻകൈമ ആൻഡ് തേർഡ് സ്ക്ലീറൻകൈമ. ഇത് മൂന്നുമാണ് സിമ്പിൾ ടിഷ്യൂസ്. ദേ ആർ ഫോംഡ് ഓഫ് സെയിം കൈൻഡ് ഓഫ് ടിഷ്യൂസ്. എല്ലാം ഒരുപോലെയുള്ള സെല്ലായിരിക്കും. Of these, collenchyma and sclerenchyma serve as the supporting mechanical tissue which provides stability, strength and support to the plant body. ആ ഒരു പ്ലാന്റ് ബോഡി നമുക്കറിയാം വലുതായി വരികയാണ്. സോ ഒരു പ്ലാന്റ് വലുതാകുമ്പം അവർക്ക് സ്ട്രെങ്ത് വേണം, ഇല്ലെങ്കിൽ ആ ഒരു മരം അല്ലെങ്കിൽ പ്ലാന്റ് ഒടിഞ്ഞു പോകും. ഒരു കാറ്റ് വന്നാൽ ഒടിയും, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചാൽ അവർക്ക് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ നമ്മളൊക്കെ നടിക്കുമ്പോഴേക്കിനും അവർ ഡാമേജ് വന്നു പോകും. സോ ഇതിനു പകരം ഇങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞു പോവാതെ നിൽക്കാൻ വേണ്ടി അവർക്ക് സ്റ്റെബിലിറ്റി അതുപോലെ സ്ട്രെങ്ത് സപ്പോർട്ട് ആ പ്ലാന്റ് ബോഡിക്ക് കൊടുക്കുന്നത് ഈ കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ സെൽസ് ആണ്. ഓക്കെ, അവരാണ് സപ്പോർട്ടിങ് മെക്കാനിക്കൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് പാരൻകൈമ എന്താന്ന് പഠിക്കാം. അതൊരു ഗ്രീക്ക് വേർഡാണ്. പാര എന്ന് പറയുന്നത് ഇൻസൈഡ് എന്നാണ് അർത്ഥം. കൈമ എന്ന് വെച്ചാൽ ഇൻഫ്യൂഷൻ.
Then parenchyma is the simplest and least specialized tissues. ഏറ്റവും സിംപിൾസ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ ആണ് പാരൻകൈമ. നമ്മൾ കോർട്ടെക്സിൽ നോക്കിയാൽ എപ്പോഴും ഏറ്റവും കൂടുതൽ കാണുക പാരൻകൈമ ആയിരിക്കും. It is formed of the fundamental tissue or the ground tissue of the plant body. It consists of isodiametric, polygonal and thin-walled living cells with or without intercellular spaces. അവർ ഐസോഡയാമെട്രിക് ഷേപ്പ് ആവാം, അല്ലെങ്കിൽ പോളിഗോണൽ ആവാം, ദെൻ തിൻ വാൾഡ് ആയിട്ടുള്ള സെല്ലായിരിക്കും. സെല്ലുകൾ തമ്മിൽ ചിലപ്പോൾ സ്പേസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഇൻ്റർസെല്ലുലാർ സ്പേസ് ആബ്സെൻ്റ് ആയിരിക്കും. ദെൻ ഒരു എക്സെപ്ഷൻ പോലെ തിക്ക് വാൾഡ് പാരൻകൈമ സെൽസ് ഉണ്ട് സൈലത്തിൻ്റെ ഉള്ളിൽ. സൈലം പാരൻകൈമ തിക്ക് വാൾഡ് ആണ്. അതുപോലെ ഡേറ്റിൻ്റെ എൻഡോസ്പേമിലുള്ള പാരൻകൈമയും തിക്ക് വാൾഡ് ആണ്. Parenchyma cells are distributed in almost all the parts of the plant body, such as epidermis, cortex, pith, mesophyll, ഫ്രൂട്ട്, പൾപ്പ് ആൻഡ് സ്പേം. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ കോർട്ടെക്സ്, പിത്ത്, ദെൻ മീസോഫിൽ, എപ്പിഡെർമിസ് ഇതിലൊക്കെ കാണുന്നത് പാരൻകൈമയാണ്. Parenchymatous cells are also found in xylem and phloem. സൈലത്തിലും ഫ്ലോയത്തിലും അതുപോലെ സൈലം പാരൻകൈമ അതുപോലെ ഫ്ലോയം പാരൻകൈമ പ്രസൻ്റ് ആണ്. There are two categories of parenchyma. The one is angular parenchyma and second is loose parenchyma. ആ ഒരു പേര് പോലെ തന്നെയാണ്. In angular parenchyma, cells are compactly packed without intercellular spaces. ആംഗുലാർ പാരൻകൈമ എന്ന് പറയുമ്പം ഒരു ഹെക്സഗൺ പോലെയാണ് നമ്മൾ വരയ്ക്കുക. സോ അതുകൊണ്ട് തന്നെ ഇൻ്റർസെല്ലുലാർ സ്പേസസ് ആബ്സെൻ്റ് ആയിരിക്കും. എക്സാമ്പിളാണ് ഔട്ടർ പാർട്ട് ഓഫ് ദി റൂട്ട് കോർട്ടെക്സ് ആംഗുലാർ പാരൻകൈമയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അവർ സെല്ലുകൾ തമ്മിൽ സ്പേസ് ഉണ്ടാവില്ല. പക്ഷേ ലൂസ് പാരൻകൈമ എന്ന് പറയുമ്പോൾ ദ സെൽസ് ആർ ലൂസ്ലി അറേഞ്ച്ഡ് വിത്ത് ഇൻ്റർസെല്ലുലാർ സ്പേസസ്. സെല്ലുകൾ തമ്മിൽ അടുപ്പുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഇൻ്റർസെല്ലുലാർ സ്പേസസ് പ്രസൻ്റ് ആണ്. എക്സാമ്പിളാണ് ഇന്നർ പാർട്ട് ഓഫ് ദി സ്റ്റെം കോർട്ടെക്സ്. ഓക്കെ, സോ ഇത്രയ്ക്കുമാണ് ആംഗുലാർ പാരൻകൈമയും അതുപോലെ ലൂസ് പാരൻകൈമയും ഉള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാരൻകൈമാറ്റിക് സെൽസിനെ കുറിച്ച് പഠിക്കുന്നതായിരിക്കും.